ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 97 തൊട്ട് 1997 തൊട്ട് 2000 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Which one of the following was not proposed by the 73rd Constitutional Amendment in the area of Panchayati Raj? നമുക്കറിയാം പഞ്ചായത്തി രാജ് ഏതാണ്? 73rd Constitutional Amendment ആണ്. അതിനകത്ത് പഞ്ചായത്ത് രാജിന്റെ ആ ഏരിയയിൽ വരില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. Option C ആണ്. The Panchayat Raj elected functionaries will be disqualified to hold their office if they have more than 2 children. രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഫങ്ഷണറീസിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ടു ഹോൾഡ് ദിയർ ഓഫീസ് അതായത് ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഈ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, അതായത് പഞ്ചായത്ത് രാജിന്റെ ആ ഒരു ഏരിയയിൽ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നതാണ്. 30% seats in all elected rural local bodies will be reserved for women candidates at all levels. നമുക്കറിയാവുന്നതാണ് 30% കാര്യം അവിടെ വരുന്നുണ്ട്. The state will constitute their finance commission to allocate resources to Panchayat Raj institutions. Panchayat Raj institutionsനും എന്താണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. ആര്? ഫിനാൻസ് കമ്മീഷൻ. The elections will be held in 6 months time if Panchayat Raj bodies are superseded or dissolved by the state government. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിച്ചു വിടുകയോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നാൽ 6 മാസത്തിനുള്ളിൽ അവിടെ എലക്ഷൻസ് ഹെൽഡ് ചെയ്തിരിക്കണം, എലക്ഷൻസ് നടന്നിരിക്കണം. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following states of India has passed a legislation in 1996? അത് 1997 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അന്നത്തെ ഒരു കറണ്ട് അഫെയർ പോലെ വന്നാണ്. മേക്കിംഗ് ദ മെയിൻ്റെനൻസ് ഓഫ് വൺസ് പേരൻസ് മാൻഡേറ്ററി. പേരൻസിന്റെ മെയിൻ്റെനൻസ് അത് മാൻഡേറ്ററി നിർബന്ധമാക്കിയത് ഏത് സ്റ്റേറ്റ് ആയിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹിമാചൽ പ്രദേശ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹിമാചൽ പ്രദേശ് ആണ്. Proportional representation is not necessary in a country where, അതായത് നമ്മുടെ ഇന്ത്യയിൽ വോട്ട് എലക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, പല സമ്പ്രദായങ്ങളിലൂടെയാണ് നടത്തുന്നത്. അതിനകത്തൊന്നാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനൊരു ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്യാം. അത് എപ്പോഴാണ് ആവശ്യമില്ലാത്തത്, രാജ്യത്ത് എപ്പോഴാണ് ആവശ്യമില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എ 2 പാർട്ടി സിസ്റ്റം ഹാസ് ഡെവലപ്ഡ്. അതായത് രണ്ട് പാർട്ടി ഇലക്ഷനിൽ പങ്കെടുക്കുന്ന, ഒരാൾക്ക് മെജോറിറ്റി കിട്ടി, അങ്ങനെ ഒരു സെറ്റപ്പ്. ആ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ ഈ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ നമുക്ക് അവിടെ ആവശ്യമില്ല. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക് ആണത്. The proportional representation system becomes necessary when in a nation there is a multi-party system so as to represent the interest of minority or the party who has not attained winning votes. അതായത് എന്താണ് winning votes, ജയിക്കാനുള്ള ഒരു ഇത് അവിടെ വന്നില്ല. Where there is a 2-party system എന്നാണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, choice to choose one between two. The defeating party will then acquire the position of opposition എന്ന് പറയാൻ സാധിക്കും. രണ്ട് പാർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല, തോക്കുന്ന പാർട്ടിയുടെ ഓപ്പോസിഷൻ വരും. പക്ഷെ മൾട്ടി പാർട്ടി സിസ്റ്റം, ഒരുപാട് പാർട്ടികൾ അവിടെ വരാൻ നേരത്ത് സോ ആസ് ടു റെപ്രസെന്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി ഓർ ദ പാർട്ടി ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് വിന്നിംഗ് വോട്ട്സ്, അതായത് മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ രണ്ട് പാർട്ടിയാണ്, 2 പാർട്ടി സിസ്റ്റം ആണെങ്കിൽ നമ്മളെ അത് ബാധിക്കത്തില്ല. നമുക്കൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അതിന്റെ ചെയ്യാം. അടുത്ത നോക്കിക്കേ. ഇഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ബിലോങ്ഡ് ടു ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം രാജ്യസഭയിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്, പ്രൈം മിനിസ്റ്റർ ക്യാൻ ബി എലക്ടഡ് ഫ്രം ദ രാജ്യസഭയും പോസിബിൾ ആണ്. അപ്പൊ അദ്ദേഹം അപ്പർ ഹൗസ്, അതായത് രാജ്യസഭയിൽ നിന്നാണ് അദ്ദേഹം ഇതായതെങ്കിൽ, പ്രൈം മിനിസ്റ്റർ ആയതെങ്കിൽ, ഇഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ബിലോങ് ടു ദ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, അങ്ങനെയാണെങ്കിൽ എന്താണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹി വിൽ നോട്ട് ബി ഏബിൾ ടു വോട്ട് ഇൻ ഹിസ് ഫേവർ ഇൻ ദ ഇവന്റ് ഓഫ് എ നോൺ കോൺഫിഡൻസ് മോഷൻ. നോൺ കോൺഫിഡൻസ് മോഷൻ വരാൻ നേരത്ത്, വിശ്വാസ പ്രമേയം നോൺ കോൺഫിഡൻസ് മോഷൻ വരാൻ നേരത്ത് അദ്ദേഹത്തിന് ഹി വിൽ നോട്ട് ബി ഏബിൾ ടു വോട്ട് ഇൻ ഹിസ് ഫേവർ, അദ്ദേഹത്തിന്റെ ഫേവർ അനുസരിച്ച് ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കത്തില്ല. ഓക്കെ, അടുത്തത് ദ റിസർവേഷൻ. അടുത്ത് നോക്കിക്കേ, ഇതിപ്പോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്, അന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
The reservation of 33% of seats for women in parliament and state legislature does not require constitutional amendment. അത് ശരിയാണോ? അതിപ്പോ വന്നു, നമുക്കറിയാം പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലൊക്കെ 33% റിസർവേഷൻ എന്താണ് വന്നിട്ടുണ്ട്. അത് ഇന്ന അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വേണ്ട എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പൊ അവിടെ ഫോൾസ് ആണ്. Political parties contesting elections can allocate 33% of seats they contest to women candidates without any constitutional amendment. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ എന്തായാലും ഫോൾസ് ആണ്, പക്ഷെ ആർ അവിടെ ട്രൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസിന് കണ്ടസ്റ്റിംഗ് എലക്ഷൻസ് ക്യാൻ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിപ്പോ ഒരു നിലവിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ചാനലിൽ തന്നെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. Which one of the following are stated in the Constitution of India? Important ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് 1 and 2 രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. The president shall not be a member of either house of the parliament. രണ്ട് ഹൗസിലെയും മെമ്പർ അല്ല. The parliament shall consist of, പാർലമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് ഹൗസസ്, ലോക്സഭയും രാജ്യസഭയും നമ്മുടെ പ്രസിഡന്റുമാണ് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കിക്കേ, നമ്മുടെ ഓത്ത്, അവരുടെ സത്യപ്രതിജ്ഞ, അതിന്റെ കാര്യങ്ങളും അത് ആരൊക്കെ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. 1C, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഫെയ്ത്ത് ആൻഡ് അലിജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായിരിക്കും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്കകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആകുമ്പോൾ നമുക്കറിയാം അപ്ഹോൾഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ, അതായത് നമ്മുടെ ഭരണഘടനയും നിയമവും അതിനൊക്കെ അപ്ഹോൾഡ് ചെയ്യേണ്ടതാണ് അവര്. മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഫെയ്ത്ത്ഫുൾ ഡിസ്ചാർജസ് ഓഫ് ഡ്യൂട്ടീസ്, അവരുടെ കടമകളുടെ ഇത് വരും. മിനിസ്റ്റേഴ്സ് ഓഫ് യൂണിയൻ വരുമ്പോൾ സീക്രസി ഓഫ് ഇൻഫോർമേഷനും വരും. ഓക്കെ, അപ്പൊ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അധികം കാണാത്ത ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവർ വളരെ നീട്ടി വരിച്ചാണ് തന്നിരിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ പ്രിയാമ്പിള് നേരെ അവരിങ്ങ് തന്നിക്കുക. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക്, പിന്നെ എന്താണ്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, എന്നിട്ട് എന്താണ്, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് ഡാഷ് ദിസ് എക്സ്, ആ എക്സ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗീവ് ടു അവർ സെൽഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ്, 26th day of November 1949, 1949 26 നവംബർ. എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത? നമ്മുടെ ഭരണഘടന നമ്മൾ അംഗീകരിച്ച ദിവസം, അഡോപ്റ്റ് ചെയ്ത ദിവസം, ഇനാക്ട് ചെയ്ത ദിവസം. ഓക്കെ, ഭാരത് രത്ന വാസ് അവാർഡഡ് ഇൻ 1997. 1997 ഭാരത് രത്ന കിട്ടിയത് ആർക്കാണ്? ഡോക്ടർ അബ്ദുൽ കലാമിനാണ്. ഓർത്തിരിക്കുക, ചിലപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. Which one of the following schedules of the Constitution of India contain provisions regarding anti-defection law? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഏത് ഷെഡ്യൂളിനകത്താണ് പറയുന്നത്? നമുക്കറിയാം 10th ഷെഡ്യൂൾ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിച്ചിരിക്കുന്നതാണ്. The Indian parliamentary system is different from the British parliamentary system in India. അതായത് നമ്മുടെ പാർലമെന്റ് സിസ്റ്റം ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് ഏതാണ്? നമുക്കറിയാം, ദ സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ നമുക്കറിയാം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്ത ഭരണം, അതും ഇതാണ്. റിയൽ ആൻഡ് നോമിനൽ എക്സിക്യൂട്ടീവ് അതും വരുന്നുണ്ട്. പക്ഷെ ദ സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നത്. ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ in October 1915. നമുക്കറിയാം അത് രാജസ്ഥാനില് ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. റിലീജിയസ് മതപരമായിട്ടുള്ളതും ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളാണ് അവിടെ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, 4C ആണ്. In the new Panchayat Raj bill enacted in 1993, there are several fresh provisions deviating from the past. ഇപ്പൊ നമ്മൾ കണ്ടു 1959 വന്നാലും അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. Which one of the following is not one such provision? അങ്ങനെ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്.
regular remuneration to the panchayat members so as to ensure their punctuality and accountability. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പേഴ്സിന് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു റെമുനറേഷൻ ഇല്ല, അങ്ങനെ ഒരു കാര്യം അതിനകത്ത് വരുന്നില്ല, അങ്ങനെ ഒരു പ്രൊവിഷൻ അവിടെ പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. എ നമ്പർ ഓഫ് ആഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ ഏരിയാസ് ഓഫ് അഗ്രികൾച്ചർ, അതായത് അഗ്രികൾച്ചർ, കൃഷി, റൂറൽ ഡെവലപ്മെന്റ്, പ്രൈമറി എഡ്യൂക്കേഷൻ, സോഷ്യൽ ഫോറസ്ട്രി അമോങ് അതേഴ്സ്. പിന്നെ എലക്ഷൻസ് ബീൻ മാൻഡേറ്ററി ഫോർ ഓൾ പോസ്റ്റ് അറ്റ് ദ ടൈം ദേ ആർ ഡ്യൂ. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റെപ്രസെന്റേഷൻ ഫോർ വിമൻ, അതും അതിനകത്ത് പറയുന്നുണ്ട്, അപ് ടു എ തേർഡ് ഓഫ് ദ സ്ട്രെങ്ത്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആൻ അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു അമെൻഡ്മെന്റ്, ഭേദഗതി ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബൈ, ആർക്കാണത് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1 and 2. ലോക്സഭയ്ക്കും അതുപോലെ തന്നെ രാജ്യസഭയ്ക്കും. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനും പറ്റത്തില്ല, പ്രസിഡന്റിനും പറ്റത്തില്ല. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കുമാണ്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, 2 and 3. ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഇറ്റ് ഹാസ് ഫോർമേഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓരോ സ്റ്റേറ്റിലും ഉണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻസ് ഉണ്ട്. ഇറ്റ്സ് പവേഴ്സ് ആർ ഓൺലി റെക്കമെൻഡേറ്ററി ഇൻ നേച്ചർ. റെക്കമെൻഡേറ്ററി ആണ് അതിന്റെ പവേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു അപ്പോയിന്റ് എ വുമൺ ആസ് എ മെമ്പർ. അങ്ങനെ ഒരു കാര്യം മാൻഡേറ്ററി എന്നവിടെ പറയുന്നില്ല. പിന്നെ ഇതറിയാം, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ആണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The speaker can ask a member of the parliament house to stop speaking. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിർത്താൻ പറയാം. ആൻഡ് ലെറ്റ് അനദർ മെമ്പർ സ്പീക്ക്. മറ്റൊരാളെടുത്ത് സംസാരിച്ചോളാനും പറയാം, മറ്റൊരു മെമ്പറോട്. ഇതിന് പറയുന്ന പേരെന്താണ്? ഈൽഡിങ് ദ ഫ്ലോർ എന്നാണ് പറയുന്നത്. ഈൽഡിങ് ദ ഫ്ലോർ. അറ്റോർണി ജനറലിനെ കുറിച്ച്. അറ്റോർണി ജനറൽ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 and 2 ആണ് കറക്റ്റ്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഹി മസ്റ്റ് ഹാവ് സെയിം ക്വാളിഫിക്കേഷൻ ആസ് required for the judge of the Supreme Court. ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജ്. ഒരു സുപ്രീം കോടതി ജഡ്ജിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന് വേണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ നിലവിലത്തെ അറ്റോർണി ജനറൽ ആരാണ്? വെങ്കട്ട രമണിയാണ്. ആർ വെങ്കട്ട രമണിയാണ്. അദ്ദേഹം ഇന്ത്യയുടെ 16ാമത്തെ അറ്റോർണി ജനറൽ ആണ്, ഓർത്തിരിക്കുക. 76ഉം 78ഉമാണ് അറ്റോർണി ജനറലിന്റെ റോളിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത്. ദ പൊസിഷൻ ഓഫ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അത് ഗവൺമെന്റിന്റെ ലീഗൽ മാറ്റേഴ്സിന് അസിസ്റ്റ് ചെയ്യുകയാണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഓർത്തിരിക്കുക. അടുത്തത് നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് ഫങ്ഷണറീസ് ഇൻ ദ ഓർഡർ ഓഫ് പ്രസിഡൻസ്. പ്രസിഡൻസിന്റെ ബേസിൽ നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ആരാണ്, ഇതിന്റെ ഓർഡർ എങ്ങനെ? ഓപ്ഷൻ സി ആണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലേ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അത് കഴിഞ്ഞ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അത് കഴിഞ്ഞ് ചീഫ് ഇലക്ഷൻസ് കമ്മീഷണർ, അത് കഴിഞ്ഞ് ക്യാബിനറ്റ് സെക്രട്ടറി. അത് ഓർത്തിരിക്കുക കേട്ടോ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 4, 3, 2, 1. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ. നമ്മുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ഒരുപാട് ഇത് കണ്ടു. എന്താണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ? പ്രൈമറി, മുഖ്യ ഫംഗ്ഷൻ. ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? ഡിസ്ട്രിബ്യൂട്ട് റവന്യൂ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രലിനും സ്റ്റേറ്റിനും റവന്യൂ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അഡ്വൈസ് ദ പ്രസിഡന്റ് ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അലോക്കേറ്റ് ഫണ്ട്സ് ടു വേരിയസ് മിനിസ്ട്രീസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പ്രൈമറി ഫംഗ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് റവന്യൂ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്, ഓർത്തിരിക്കുക. Which one of the following is not a feature of Government of India Act 1935? Not a feature. ഏതാണ്? ഡയാർക്കി. ഡയാർക്കി അറ്റ് ദ സെന്റർ ആസ് വെൽ ആസ്. അതായത് നമുക്കറിയാം അത് 1919 അല്ലെ? 1919 ഡയാർക്കിയിലേക്ക് നമ്മൾ പോവേണ്ടത്. പിന്നെ ബൈക്യാമറൽ ലെജിസ്ലേറ്റർ, പ്രൊവിഷണൽ ഓട്ടോണമി ആൻഡ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഒക്കെ വരുന്നത് ഏതിനകത്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. The Panchayat Raj can make any law for the whole or any part of India for implementing international treaties. The Parliament can make any law for the whole. ഒന്നെങ്കിൽ മുഴുവനായിട്ടും അല്ലെങ്കിൽ any part of India for implementing international treaties. ദേശീയ അന്തർദേശീയമായ ട്രീറ്റീസ്, സന്ധികളൊക്കെ കൊണ്ടുവരണമെങ്കിൽ, ട്രീറ്റീസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്.
വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് എനി സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ കൺസെന്റ് അവിടെ ആവശ്യമാണോ? ഇന്റർനാഷണൽ ട്രീറ്റീസിന്റെ കാര്യം വരുമ്പോൾ ഇല്ല, അവിടെ ആവശ്യം ഇല്ല. Which one of the following statements about a money bill is not correct? നമ്മൾ മണി ബില്ലിനെ കുറിച്ച് വളരെ ഡെപ്തിൽ നമ്മൾ കണ്ടതാണ്. ഈ മണി ബിൽ ക്യാൻ ബി ടേബിൾഡ് എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. പോസിബിൾ ആണോ? അല്ല, ലോക്സഭയിൽ മാത്രമാണ് അത് ഇപ്പൊ പറ്റത്തുള്ളൂ, അല്ലേ? The Speaker of Lok Sabha is the final authority to decide whether a bill is a money bill or not. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടതാണ്. ആർട്ടിക്കിൾ 110 മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ലോക്സഭയിൽ മാത്രമാണ് അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞ ലോക്സഭ സ്പീക്കറാണ്. The രാജ്യസഭ മസ്റ്റ് റിട്ടേൺ എ മണി ബിൽ പാസ്ഡ് ബൈ ലോക്സഭ ആൻഡ് സെൻഡ് ഇറ്റ് ഫോർ റീകൺസിഡറേഷൻ 40 days. 14 ദിവസത്തിനുള്ളിൽ അത് രാജ്യസഭയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ലോക്സഭയിലേക്ക് അയച്ചിരിക്കണം. The president cannot return a money bill to Lok Sabha for reconsideration. അതുപോലെയാണ് പ്രസിഡന്റിന് പിന്നെയും ലോക്സഭയിലേക്ക് റീകൺസിഡറേഷൻ വേണ്ടി അയക്കാനും പറ്റത്തില്ല. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. The 73rd Constitution Amendment Act 1992 refers to the, നമുക്കറിയാം 1992 73rd Constitution Amendment Act ആണ്. ഏതാണ്? Laying the foundation for strong and vibrant പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി. നമ്മൾ പഠിച്ചതാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 73rd Constitution Amendment Act 1992. ഓക്കെ, അപ്പൊ നമ്മൾ 1997 തൊട്ട് 2000 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. നമ്മുടെ മോഡേൺ ഹിസ്റ്ററി ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കിനി 2024 വരെയുള്ള 24 വർഷത്തേക്കൂടെ നമുക്കിനി നോക്കാനുണ്ട്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.